വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിലാണ് ഇപ്പോഴുള്ളത്. കേരളവും ആതിഥേയരായിട്ടുള്ള വിദർഭയും തമ്മിലുള്ള രഞ്ജി ട്രോഫി ഫൈനൽ മത്സരം, കേരളം ചരിത്രം കുറിച്ച മത്സരം, അവരുടെ ആദ്യ ഫൈനൽ നടക്കുന്ന അതേ ഗ്രൗണ്ടിൽ തന്നെയാണ് നമ്മളിപ്പോഴുള്ളത്. മത്സരം പുരോഗമിക്കുന്നു. രണ്ടാം ദിനം കളി അവസാനിച്ചിരിക്കുന്നു. കേരളം ഒരു ശക്തമായ നിലയിലേക്ക് എത്തിയിരിക്കുന്നു. ലീഡിലേക്ക് ഇനിയും 250ഓളം റൺസിൻ്റെ അകലമുണ്ട്. എങ്കിലും കേരളം അത് സാധ്യമാക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. പക്ഷേ ഈ ഘട്ടത്തിൽ ബാറ്റ്സ്മാനെയും ബൗളറെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊരു ഈ കളിയിൽ കേരളത്തിന് കൃത്യമായിട്ടുള്ളൊരു എഡ്ജ് നൽകിയ ഒരു ഫീൽഡിംഗ് മികവിലൂടെ കേരളത്തെ മുന്നിലെത്തിച്ച ഒരു താരമുണ്ട്. ആ താരത്തിന് സംസാരിക്കാൻ പറ്റില്ല, ഇപ്പോഴത്തെ BCCI നിയന്ത്രണം കാരണം കളി നടക്കുകയാണല്ലോ. താരത്തിൻ്റെ അച്ഛൻ നമുക്കൊപ്പം ചേരുകയാണ്, രോഹൻ കുന്നുമലിൻ്റെ അച്ഛൻ ശ്രീ സുശീൽ കുന്നുമൽ. അപ്പോൾ മകൻ്റെ പ്രകടനം നേരിട്ട് തന്നെ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ വണ്ടർഫുൾ ക്യാച്ചൊക്കെ കണ്ടു എന്ന് കരുതുന്നു. എന്താണ് മകൻ ഇപ്പം ഒരു കാര്യം കൂടി പറയാം, ബാറ്റിങ്ങിൽ രോഹന് അത്ര ഇന്ന് ചെയ്യാൻ കഴിഞ്ഞില്ല. അത് റൺസ് എടുക്കുമ്പോൾ പുറത്തായി, അത് കളിയിൽ സ്വാഭാവികമാണ്. പക്ഷേ ഫീൽഡിങ്ങിൻ്റെ ആ ഒരു മികവ് കൊണ്ട് കേരളം കൃത്യമായിട്ട് കളിയിലേക്ക് കൃത്യമായ സമയങ്ങളിൽ തിരിച്ചുവരവ് നടത്തിയിരുന്നു. ഏതാണ് റണ്ണൗട്ട്, കരുൺ നായരെ റണ്ണൗട്ടാക്കി, മറ്റേ കരുണേക്കറിൻ്റെ ഒരു ക്യാച്ച്, വണ്ടർഫുൾ ക്യാച്ച് എടുക്കുന്നു, മറ്റൊരു നിർണായക വിക്കറ്റ് എടുക്കുന്നു. എങ്ങനെയാണ് ഈ മത്സരത്തെ കാണുന്നത്? വളരെ സന്തോഷം. ഞങ്ങൾ കൊയിലാണ്ടിയിൽ നിന്ന് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ്, രാമകൃഷ്ണൻ, അദ്ദേഹം കൂടിയാണ് ഞങ്ങൾ ഈ കളി കാണാൻ വന്നത്. ഞങ്ങൾക്ക് ഈ പറഞ്ഞ ഫീൽഡിങ്ങിൽ രോഹൻ്റെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് തന്നെയായിരുന്നു. ശരിക്കും കേരളത്തിന് അതൊരു നല്ലൊരു ഒരു എഡ്ജാണ് കൊടുത്തിരിക്കുന്നത്. സാർ പറഞ്ഞ മാതിരി തന്നെ അത് എന്തായാലും ഞങ്ങൾ എൻജോയ് ചെയ്തു. നേരിട്ട് കാണാൻ പറ്റിയതിൽ വലിയ ഭാഗ്യം. കാരണം രഞ്ജി ട്രോഫി ഫൈനലിൽ എത്തുക എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങളെപ്പോലെ മുമ്പ് ക്രിക്കറ്റ് കളിച്ച ആളുകൾ എന്ന നിലയിൽ നേരിട്ട് കാണാൻ പറ്റി. രഞ്ജി ട്രോഫി ഫൈനൽ കാണാൻ പറ്റി, കൂടെ മകൻ്റെ ക്യാച്ചും അല്ലെങ്കിൽ ഫീൽഡിംഗ് മികവും കാണാൻ പറ്റി. രഞ്ജി ട്രോഫി ഫൈനൽ കാണാൻ പറ്റിയെന്നുള്ളിൽ രഞ്ജി ട്രോഫി ഫൈനൽ ചരിത്രത്തിൽ ആദ്യമായി കേരളം കളിക്കുന്നത് കാണാൻ പറ്റി. ഒരു കാലത്ത് താങ്കൾ സ്വപ്നം കണ്ടിട്ടുണ്ടാകുമല്ലോ, കേരള ടീമിൻ്റെ സാന്നിധ്യം യൂണിവേഴ്സിറ്റി തലത്തിൽ വരെ കളിച്ചതാണ്. രോഹൻ്റെ ഒരു ഫീൽഡിംഗ് ഒരു താല്പര്യം എങ്ങനെയാണ്? രോഹൻ എങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ, താങ്കളുടെ ടിപ്സ് ഉണ്ടോ? അതെ, ഫീൽഡിങ്ങിൽ രോഹൻ പൊതുവേ അണ്ടർ 14 കാറ്റഗറിയിലൊക്കെ മോശമായിരുന്നു. അവൻ്റെ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പൊതുവേ അങ്ങനെയായിരുന്നു പറയുക, ഫീൽഡിങ്ങിൽ മോശമാണെന്നുള്ളത്. പക്ഷെ അതിൻ്റെ പിറകിൽ ശരിക്കും ഞാൻ നല്ലോണം അധ്വാനിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് ക്യാച്ചുകൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ഞങ്ങൾ ബീച്ച് ഏരിയാസ് ഞങ്ങൾ എടുക്കലുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ലോൺ ഉള്ള ഇതൊന്നും നമുക്ക് കിട്ടില്ല, നമുക്ക് അങ്ങനത്തെ സാഹചര്യങ്ങളില്ല. അപ്പം ബീച്ച് ഏരിയയാണ് നമ്മൾ കൂടുതലായിട്ടും അതിനെ ഉപയോഗിച്ചത്. അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ട് കാണുമ്പോൾ ഒരു അച്ഛനെന്ന നിലയിൽ ഞാൻ അവൻ്റെ ആ ഫീൽഡിംഗ് കോച്ച് എന്ന നിലയിൽ വളരെ വളരെ സന്തോഷമുണ്ട്. എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യിക്കുന്നുണ്ട്? യെസ്, അവന് വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. വളരെ സിൻസിയറായിട്ട് അവൻ്റെ ആരോഗ്യവും എല്ലാം നല്ല നോക്കുകയും അവന് മറ്റുള്ള ആക്ടിവിറ്റീസിലൊന്നും പോവാതെ, പ്രത്യേകിച്ച് വെജിറ്റേറിയനും കൂടിയാണ്. അപ്പോൾ അവൻ ആ ഭക്ഷണ രീതിയും എല്ലാം അവൻ നോക്കലുണ്ട്. അതുപോലെ സമയത്തിന് വർക്ക് ചെയ്യാനൊന്നും ഒരു മടിയില്ല. അതൊക്കെ തന്നെയാണ് അവനെ ഇത്തരത്തിലുള്ള വിജയത്തിലേക്ക് എത്തിച്ചത്. രോഹൻ്റെ ഇന്നത്തെ ഈ മത്സരത്തിൽ നിർണായക പ്രകടനം ഒന്നുകൂടി ആവർത്തിക്കാം, അറിയാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ. അതായത് കരുൺ നായരും മലിവാറും ചേർന്നുള്ളൊരു കൂട്ടുകെട്ട്, 215 റൺസിൻ്റെ കൂട്ടുകെട്ട് പൊളിക്കുന്നതിൽ നിർണായകമായ റണ്ണൗട്ട്, വിക്കറ്റിന് പിന്നിലേക്ക് പോയ പന്ത് പിടിച്ചെടുത്ത് കരുൺ നായരും വളരെ പെട്ടെന്ന് റണ്ണൗട്ടാക്കുന്നു. അതൊരു വഴിത്തിരിവായിരുന്നു, ആ കൂട്ടുകെട്ട് പൊളിക്കാൻ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഏറ്റവും ഭയപ്പെട്ട ഈ സീസണിൽ തന്നെ ടോപ്പ് സ്കോറർമാരിൽ ഒരാളായിട്ടുള്ള 3ാം സ്ഥാനത്ത് നിലവിൽ നിൽക്കുന്ന റാത്തോഡിനെ പുറത്താക്കി, യാഷ് റാത്തോഡിനെ 3ാം പന്തിൽ തന്നെ പുറത്താക്കുന്ന ഒരു ക്യാച്ച്. പിന്നെ സംഭവിച്ചത് കർണേവാർ എന്ന് പറയുന്ന താരത്തിൻ്റെ അവസാന ഘട്ടത്തിലെ ഒരു വിക്കറ്റ് എടുക്കുന്ന അത്യുജ്വല ക്യാച്ച്. ഇത് മൂന്നുമാണ് ഫീൽഡിൽ കേരളത്തിന് ഓർത്തിരിക്കാനുള്ള തിളക്കം വേറ്റുന്ന പ്രകടനം. അത് ഒരു വിക്കറ്റ് വീഴ്ത്തുന്നതിനോ അർദ്ധ സെഞ്ചുറി നേടുന്നതിനോ തുല്യം ആയിട്ടുള്ള ക്യാച്ചസ് വിൻ മാച്ചസ് എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് അതിനൊക്കെ തുല്യമായിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ്. അതിന് കാരണക്കാരനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫീൽഡിംഗ് കോച്ച് കൂടിയായ പിതാവാണ് നമുക്കിപ്പോൾ ചെന്നത്. എങ്കിലും ഇനിയിപ്പോൾ ഇന്നത്തെ ഘട്ടം, ഈ മത്സരം അവസാനിക്കുന്ന ഘട്ടത്തിൽ 3-ന് 131 എന്നുള്ളതാണ് കേരളം. ഇനിയും 248 റൺസ് വേണം. 1ാം ഇന്നിംഗ്സ് ലീഡ് അനിവാര്യമാണ് നമുക്ക്. കേരളത്തിൻ്റെ സാധ്യത എങ്ങനെയാണ് കാണുന്നത്, ഒരു പ്ലെയർ, ഫോർമർ പ്ലെയർ എന്ന നിലയിൽ? യെസ്, എന്തായാലും കേരളം ലീഡ് അടിക്കുന്നുള്ളത് ഷുവറാണ്. കാരണം നല്ല വിക്കറ്റാണ്, ബാറ്റിംഗ് വിക്കറ്റാണ്. നമുക്കിന്ന് പോയ വിക്കറ്റുകൾ നമ്മളതായ നിർഭാഗ്യം കൊണ്ടൊക്കെയാണെന്ന് പോയി എന്ന് പറയാം. അപ്പോൾ എന്തായാലും നമ്മുടെ പ്ലെയേഴ്സ് വളരെ കോൺഫിഡൻ്റ് ആണ്. കാരണം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഓവർകം ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിയത്, ഫൈനലിൽ രഞ്ജി ട്രോഫിയിൽ എത്തിയത്. അത് ഷുവറായിട്ടും നമ്മൾ ലീഡടിക്കും. അപ്പം കപ്പുമായിട്ട് തിരികെ പോകണം എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം. എന്താ പറയുക, നമ്മളെപ്പോലത്തെ പണ്ട് കളിച്ച ആളുകളൊക്കെ ഉണ്ട്, അവരൊക്കെ വിളിക്കുന്നുണ്ട്, എല്ലാവരെയും സപ്പോർട്ടും ഒക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ ആ രീതിയിൽ തന്നെ തിരിച്ചു പോകും, കപ്പുമായിട്ട് തന്നെ. തീർച്ചയായിട്ടും അതിന് സാക്ഷ്യം വഹിക്കാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് രോഹൻ ഒരു പക്ഷേ അടുത്ത ഇന്നിങ്സ് വേണ്ടി വന്നേക്കില്ല എങ്കിൽ പോലും അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നിർണായക പങ്ക് വഹിക്കാൻ കഴിയട്ടെ. വഴിത്തിരിവാകുന്ന 3 വിക്കറ്റുകൾ, നിർണായക വിക്കറ്റുകൾ വീഴ്ത്തിയ താരമെന്ന നിലയിൽ കൂടിയാണ് ഈ മത്സരം രോഹൻ്റെ പേരിൽ കൂടി
ഭാവിയിൽ ഓർക്കപ്പെടുക. ക്യാമറാമാൻ വിനായകനൊപ്പം അനൂപ് ഷൺമുഖൻ, വിദർഭ.